എങ്ങടാ മാഡം? നമ്മൾ എങ്ങടാ പോണത്? കാട്ടിക്കൂടെ പോകുന്നല്ല കേട്ടോ, അത് കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എളുപ്പം എത്താൻ പറ്റും. നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിലുള്ള അണ്ണൻ്റെ പനിനീർത്തോട്ടാണിത്. എല്ലാ കളർ റോസാപ്പൂവും ഉണ്ട്. രാവിലെ മിക്കവാറും ആ കുട്ടി ഞങ്ങൾക്ക് ഓരോ റോസാപ്പൂ കൊടുത്ത് തരാറുണ്ടാണ്. എനിക്കിത് കാണുമ്പോഴാണ് കുറേ റോസൊക്കെ വെക്കണം എന്നൊക്കെ തോന്നുന്നത്. നന്നായി വരും കേട്ടോ ഇവിടെ ഊട്ടി റോസ. നല്ല ഭംഗിയാണ്, എല്ലാ കളറും ഉണ്ട് കേട്ടോ അവരുടെ കയ്യിൽ. അവിടെ മുന്നിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ പോവുകയാണ്. പൊന്നൂനെ കരാട്ടയ്ക്ക് ചേർക്കാൻ വേണ്ടി പോവുകയാണ്. 2 വർഷമായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരങ്ങേറ്റം ആവാറായപ്പോൾ അവൾ പറയുകയാണ് അവൾക്ക് പറ്റില്ല, അവൾക്ക് ഇഷ്ടമല്ല ഡാൻസ്, എൻ്റെ നിർബന്ധത്തിന്, അമ്മയുടെ നിർബന്ധത്തിനാണ് ചേരുന്നതെന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരാളെ നിർബന്ധിച്ച് എന്തിനാണ് വിടുന്നത് വിചാരിച്ചു. അവൾ തന്നെ പറഞ്ഞു ഞാൻ ഈ നിർത്തും, അവരുടെ നിർത്തിയിട്ടോ. അപ്പം അഗളി വീട്ടിലായിരുന്നപ്പം ഡാൻസ് കൊണ്ടുവിടാൻ എളുപ്പമായിരുന്നു. ഇപ്പോൾ കുറച്ച് പാടാണ്. ഇവിടുന്ന് ഏട്ടൻ അതിനായിട്ട് കൊണ്ടുവിട്ടിട്ട് പിന്നെ വിളിക്കാനായിട്ട് പോകണം. അപ്പം ഏട്ടൻ പറഞ്ഞു ശരി വേണ്ട, എന്നാൽ അവൾക്ക് ഇഷ്ടമുള്ളത് ചേർത്താൽ പറഞ്ഞപ്പോൾ അവൾക്ക് കരാട്ടെ ക്ലാസ്സാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ അഡ്മിഷൻ എടുത്തു. നാളെ തൊട്ട് വരാൻ പറഞ്ഞു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് യൂണിഫോം ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. ഹലോ ഹലോ, എന്താണ് സാർ ചെയ്യുന്നത്? ഹലോ ഹലോ, നമുക്ക് വെള്ളരിക്ക കുറച്ച് കറി വെക്കാം നമ്മുടെ. അതാ നോക്കി കാണിക്കട്ടെ. എടുക്കാൻ പോവാണേ. നമുക്കില്ല എന്നെ നമുക്കിന്ന് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ വെള്ളരിക്ക പറിക്കാം. നമ്മളിവിടേക്ക് താമസം വന്നിട്ട് ആദ്യമായിട്ട് ഉണ്ടായ ഒരു സാധനമാണ് കേട്ടോ വെള്ളരിക്ക. അത് നല്ല വലുപ്പത്തിൽ വന്നിട്ടുണ്ട്. നല്ല കണിവെള്ളരി പോലത്തെ മഞ്ഞ നിറമായിട്ടുണ്ട് കേട്ടോ. ഇനിയും വെച്ചത് നല്ല മഞ്ഞ കളറാവും. അപ്പോഴേക്കും ഞങ്ങൾക്ക് ക്ഷമയില്ല, ഞങ്ങൾ പറിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും തൊട്ട് നോക്കുകയാണ്. നമുക്ക് അധികം സ്ഥലമൊന്നുമില്ല കേട്ടോ, ആകെ 5 സെൻറ്റ് സ്ഥലമുള്ളൂ. ആ ചുറ്റും എന്തൊക്കെയാണ് പറ്റുന്നത് അതൊക്കെ ചെറുതായിട്ട് വെച്ച് പിടിപ്പിക്കണം എന്നാണ്. അപ്പം നമുക്ക് സമയവും ഇല്ലാത്തതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട് കേട്ടോ. പിന്നെ അതിലിതിലൊക്കെ പോയിട്ട് ചാണകമൊക്കെ കൊടുന്നിടും. അപ്പം നന്നായി വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഫസ്റ്റ് ആദ്യത്തെ വിളവെടുപ്പാണ്. ഞങ്ങൾ ഇന്ന് ചക്കപ്പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയ മൈദയൊക്കെ വെറുതെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ പഴംപൊരി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ കുറച്ച് പഴം വാങ്ങി തന്നു. അപ്പോൾ അതുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതി സോഡാപ്പൊടിയും പിന്നെ മൈദമാവും കുറച്ച് മഞ്ഞളും കൂടി ഇട്ട് അമ്മ അതിൻ്റെ ബാറ്ററൊക്കെ തയ്യാറാക്കി വെക്കുകയായിരുന്നു കേട്ടോ. പൊന്നുമാണ് സഹായി. പൊന്നു ആ പഴമൊക്കെ തൊലിച്ച് വെക്കാൻ കേട്ടോ. അമ്മ നന്നായിട്ട് ഉണ്ടാക്കും പഴംപൊരിയും ഉള്ളിവടയും പിന്നെ അതുപോലെ പരിപ്പുവടയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അത് തൊലി കളഞ്ഞു കൊടുക്കുക. ഇവിടെ ഒരാൾ വിളിച്ചില്ല കേട്ടോ. ഇതിലെ പട്ടികളൊക്കെ പോകും, പേടിപ്പിച്ച് നോക്കിയിട്ടും ആൾ വരുന്നില്ല. അവിടെ ബൗബോ വരും. വാ, നമ്മുടെ കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കണ്ട അവിടെ. വാ, ബൗബോ വരും. ബൗബോ, ഇതെന്തിനാ കല്ലൊക്കെ വെച്ചിരിക്കണേ? വണ്ടി കുടുങ്ങിയോ? ഇതെന്തിനിങ്ങനെ കല്ല് വെക്കണേ? എന്തിനാ കല്ല് വെക്കണേ? കുറച്ച് ചെടികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തോ മഞ്ഞ കളർ, എന്തോ ഒരു കോളാമ്പി പൂ പോലത്തെ പൂവാണ്. അപ്പം അമ്മ അവിടെ പഴംപൊരി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അമ്മ മൈദാമാവും പിന്നെന്താ മഞ്ഞളും സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ കലക്കി എടുക്കുകയാണ്. എളുപ്പമാണല്ലേ പഴംപൊരി ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ എനിക്ക് അവിടെ ഓഫീസിൽ നിന്നൊക്കെ ഇടയ്ക്ക് പഴംപൊരി ഇട്ടുകൊണ്ട് ഇതിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ എണ്ണയല്ലേ, വല്ലാണ്ട് എണ്ണ കഴിക്കാനും പറ്റില്ല. എനിക്കാണെങ്കിൽ നല്ല വെയിറ്റും ഉണ്ട്, തടിയുണ്ട്. അതുകൊണ്ട് അധികം അങ്ങനെ കഴിക്കില്ല. പക്ഷെ പൊന്നിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് അങ്ങനെ അധികം വാങ്ങിക്കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരിയൊക്കെ. അപ്പോൾ അതുണ്ടാക്കി നല്ല നീളത്തിൽ സ്ലൈസിലായിട്ട് അരിഞ്ഞെടുക്കുക. എത്രയും കനം കുറച്ച് പഴം അരിഞ്ഞെടുക്കണോ അത്രയും നല്ലതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും പഴംപൊരി. കട്ടിയായി കഴിഞ്ഞാൽ പഴം ഒരുമാതിരി ഉണ്ടാവും, ടേസ്റ്റേ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് കനം കുറച്ച് അരിയാൻ പറയായിരുന്നു. അധികം നല്ല പഴുത്തൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഒരു മീഡിയം പഴുപ്പന്നെ ആയിട്ടുള്ളൂ. നല്ല പഴുത്താണ്, നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്ത് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് പോവാണ്. എനിക്കിന്ന് കുറച്ച് ചെടികൾക്ക് ഇടാനായിട്ട് കുറച്ച് ചാണകമൊക്കെ എടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അമ്മ ഇവിടെ പഴംപൊരി ഉണ്ടാക്കുമ്പോഴേക്കും ഞാൻ പോകാമെന്ന് കരുതിയിട്ടിരിക്കുകയായിരുന്നേ. അത്താവാൻ ഇനി 4 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അത്താവാറായി. അപ്പോഴേക്കും വീടൊക്കെ വൃത്തിയാക്കി ഇടണം. എണ്ണയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ആദ്യം കുറച്ച് മാവ് ഇങ്ങനെ ടെസ്റ്റിന് ഇട്ട് നോക്കും കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ടെങ്കിൽ എണ്ണ പാകമായി എന്നാണ് അർത്ഥം. ഇങ്ങനെയാണ് നമ്മൾ. എന്നിട്ടാണ് പിന്നെ ഓരോ സാധനങ്ങൾ പഴംപൊരി ഇട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ അമ്മ ഓരോന്ന് മുക്കിയെടുത്ത് പൊരിക്കുകയാണ്. കുറച്ചധികം ഉണ്ട് കേട്ടോ. ഒരു 10-20 എണ്ണം ഉണ്ടാവും തോന്നുന്നു. അപ്പം എല്ലാവർക്കും കൂടി കഴിച്ചാലും കുറച്ച് ബാക്കി ഉണ്ടാവും. ഞാനൊന്നും 1-2 കഴിക്കുള്ളൂ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുക. അപ്പം അമ്മ അതൊക്കെ പൊരിച്ചെടുത്തു.
എണ്ണക്കടികൾ കഴിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഭയങ്കര എണ്ണ ആയതുകൊണ്ട് എന്താ പറയുക, ചിലതിലൊന്നും എണ്ണ ഇങ്ങനെ പോയിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ ഭയങ്കര അൺഹെൽത്തിയാണ് കേട്ടോ. ഇത് ഒരുപാട് കഴിച്ചുകൂടാ. നമ്മളൊരു വൈറ്റ് പേപ്പറിൽ ഈ പഴംപൊരി ഇങ്ങനെ ടിഷ്യൂലോ വല്ല മുക്കി ഇങ്ങനെ പിടിച്ചാൽ അറിയാൻ പറ്റും. ആ പേപ്പർ ഫുള്ളും അതിൻ്റെ എണ്ണയാവും കേട്ടോ. എണ്ണ ഒരുപാട് നമ്മളെ കുറേ നേരം ഇത് വറ്റിച്ചാലും അതിൽ എണ്ണ അങ്ങനെ ഇരിക്കും. അതാണ് എണ്ണക്കടികൾ. ഈ പരിപ്പ് വടയിലൊന്നും അധികം കാണില്ല. പക്ഷേ ഈ പഴംപൊരി, ഉഴുന്ന് വട അതിലൊക്കെ നിറച്ച് എണ്ണ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഓരോന്ന് കഴിക്കാമെന്നല്ലാണ്ട് എപ്പോഴൊന്നും ഇത് ഉണ്ടാക്കി കഴിച്ചുകൂടാ കേട്ടോ. പൊന്നൂനാണെങ്കിൽ ഇനി നാളെ തൊട്ട് പൊന്നും ബിസി ആയിരിക്കും കേട്ടോ. തിങ്കളാഴ്ച പിന്നെ ബുധനും വ്യാഴവും പൊന്നൂന് കരാട്ടെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ വൈകുന്നേരം 5 മണിക്ക് സ്കൂൾ വിട്ട് വന്നതും അവൾ അങ്ങോട്ട് പോയിട്ട് പിന്നെ 8 മണിയാകുമ്പോഴെങ്ങാണ്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരേക്കും അവൾക്ക് പ്രാക്ടീസ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ചേർത്ത് വിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറയായിരുന്നു ശരീരം വേദനിക്കുകയൊക്കെ ചെയ്യും, അത് സഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശരിയാ, ഞാൻ ഇഷ്ടത്തോടെ ചേരുന്നതല്ലേ, അതൊക്കെ ഞാൻ സഹിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അഡ്മിഷൻ എടുത്ത് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് യൂണിഫോമൊക്കെ കിട്ടുള്ളൂ. അളവൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ കയ്യിലൊക്കെ വെക്കണം, പാഡും സാധനങ്ങളൊക്കെ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് തരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പഴംപൊരിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് പൊന്നും ഞാനും കൂടിയിട്ട് ചാണകം എടുക്കാനായിട്ട് പോവാണ്. പൊന്നും എൻ്റെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. ഇതിലേ കുറേ പശുക്കൾ മേയാറുണ്ടേ, അപ്പോൾ കിട്ടും. ചാണകം എടുക്കാനായിട്ട് വന്നതാണേ. ഇവിടെ കുറച്ച് ചാണകമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വാങ്ങാം. ഇത് എന്തിനാ അമ്മ? ചെടിയിൽ ചൂട്ടില്ല. ഒരുപാട് പശുക്കൾ ഇവിടെ മേയാറുണ്ട് കേട്ടോ. ചിലപ്പോൾ രാത്രി പോലും പോകാറില്ല. ചിലപ്പോൾ നമ്മൾ രാത്രി ഇങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ കാണാം വെള്ള കളറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇവിടെ പേടിച്ച് പോകും. നമുക്ക് പിന്നെ സ്ഥിരമായിട്ട് അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പശുക്കൾ ഇങ്ങനെ നിൽക്കും. രാവിലെ ആകുമ്പോൾ അതിനെ കാണൂല്ല കേട്ടോ. അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വേണ്ട ചാണകം കിട്ടും. അപ്പുറത്തെ അണ്ണനാണെങ്കിൽ ഈ റോസാച്ചെടിയുടെ ചോട്ടിലൊക്കെ ഇതുപോലെ ചാണകം വാരിക്കൊണ്ടുപോയി ഇടുക ചെയ്യാം. അതുപോലെ പുതിന പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചോട്ടിലൊക്കെ കൊണ്ടിടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വളരും. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. പശു വരുന്നതിൻ്റെ ആകെയുള്ള ഗുണം ഇതാണ്, ചാണകം കിട്ടും. പിന്നെ നമുക്ക് ഓണാകുമ്പോഴേക്കും നല്ല ഫ്രഷ് ചാണകമാണ് വേണ്ടി വരിക. നമുക്ക് നിലത്ത് മെഴുകിയിട്ട് വേണ്ടേ അത്തൊക്കെ ഇടാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ വേണ്ടത് ഉണക്കച്ചാണകമാണ്. അപ്പോൾ നമ്മൾ 2-3 ദിവസം കഴിഞ്ഞ് പോയി നോക്കിക്കഴിഞ്ഞാൽ നല്ല ചാണകം കിട്ടും. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല വളമാണ്. നമുക്ക് അധികം ചെടികളൊന്നുമില്ല. കുറച്ച് ചെണ്ടുമല്ലി, ഇച്ചിരി റോസ, കോളാമ്പിപ്പൂ, ചെമ്പരത്തി, അതൊക്കെ തന്നെ ഉള്ളൂ. ഞാനീ നേരെ പൊങ്ങിയിട്ടുമില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ് നട്ട പോലെ തന്നെ. അപ്പോൾ അതിൽ വെച്ച് അതിന് നന്നായി ശുശ്രൂഷിക്കാമെന്ന് കരുതി ഞങ്ങൾ രണ്ടുപേരും കൂടി പരമാവധി അവിടുന്ന് ആ ബക്കറ്റ് നിറച്ചെടുത്തിട്ട് പോയി. കുറേശ്ശെ ആണെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളെ 3-4 ദിവസം കൂടി കഴിഞ്ഞ് അത്തമായി. വ്യാഴാഴ്ച എങ്ങാണ്ട് തോന്നുന്നു അത്തം. അപ്പോൾ അത്തത്തിന് മുമ്പ് വീടൊക്കെ വൃത്തിയാക്കണം. ചാണകമൊക്കെ തളിച്ച് ചാണകമൊക്കെ മെഴുകി വൃത്തിയാക്കണം അത്തിടാനായിട്ട്. പിന്നെ അമ്മയുടെ അവിടുന്ന് അഗളി അമ്മയുടെ അവിടെയും പിന്നെ കോട്ടത്തര അമ്മയുടെ വീട്ടിലും അവിടെ പൂക്കളുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് വന്ന് അത്തിടാന്നാണ് വിചാരിക്കണത്. അങ്ങനെ ഞങ്ങൾ ഉണക്കച്ചാണകമൊക്കെ പെറുക്കി കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ ചെടിയുടെ ചോട്ടിലിടാനായിട്ട് പോവാണ്. ഞാനീ നടക്കുന്ന സ്ഥലത്തൂടെയാണ് ആന പോവാറുള്ളത് കേട്ടോ. ഇവിടെ ഞങ്ങൾ താമസം വന്നിട്ട് ഒരു 3 തവണയെങ്കിലും ഈ വഴിയെ ആന പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒറ്റയായിട്ടാണ് വരിക. ചിലപ്പോൾ 2-3 കുട്ടികളടക്കം ഫാമിലി ആയിട്ട് വരാറുണ്ട്. പിന്നെ പന്നി വരും ഇടയ്ക്ക്. പന്നി വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയും കൂടി ഇല്ല, വന്ന് പോകും. പട്ടി കുരയ്ക്കുമ്പോൾ പുറത്ത് നോക്കുമ്പോൾ കാണാം ഇങ്ങനെ ഓടുന്നു. ഇവിടെ അധികം കൃഷിയില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. കൃഷിയുള്ള ഭാഗത്ത് ഈ പന്നി വന്നു കഴിഞ്ഞാൽ എല്ലാം തിന്നിട്ട് പോകും കേട്ടോ. പാവം കൃഷിക്കാരുടെ എല്ലാം നശിച്ചു പോകും ഇത് തിന്നിട്ട്. പിന്നെ അതുപോലെ മയിലിൻ്റെ ശല്യം വേറെ കേട്ടോ. മയിൽ ഇഷ്ടംപോലെ ഇങ്ങനെ എന്തെങ്കിലും വിത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ തിന്നിട്ട് പോകും. നമ്മുടെ ഇവിടെ മയിൽ സ്ഥിരമായിട്ട് വരാറുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് കൃഷിയില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല, അപ്പുറത്തൊക്കെ കൃഷിയുണ്ട്. പിന്നെ വൈകുന്നേരം വന്ന് ഞാൻ കുറച്ച് തുണികളൊക്കെ മെഷീനിലിട്ടിട്ട് അലക്കിയെടുക്കണം. നാളെ കോട്ടത്തര വീട്ടിലെ കോൺക്രീറ്റ് ആണ്. അപ്പോൾ അതിന് നേരത്തെ പോകണം എനിക്ക്. അപ്പോൾ നാളെ അതിനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ ബാക്കിയുള്ള തുണികളൊക്കെ ഇട്ട് ഓണാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഞങ്ങൾ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. കുഞ്ഞാവ് അവിടെ ചേട്ടനെ വിളിക്കുകയാണ്. അങ്ങനെ ഒരുവിധം വൈകുന്നേരത്തെ പണികളൊക്കെ തീർത്ത് ഞങ്ങൾ ഒരുവിധം ടി വി കാണാണ്. പൊന്നു കുളിച്ചൊക്കെ വന്നു, കുറിയൊക്കെ തൊട്ട് പൊന്നു വന്നു. വൈകുന്നേരം ഒരു 7 മണിയോട് കൂടി ലീവുള്ള ദിവസം മാത്രം ലൈറ്റ് ഇടും കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലൊന്നും ലൈറ്റ് ഇടില്ല, സൈഡ് ലൈറ്റ് മാത്രമേ ഇടുള്ളൂ.
അപ്പോൾ അങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങൾ കുറേ നേരം പുറത്ത് വർത്താനം പറഞ്ഞിരുന്നു. പഴംപൊരി ഒന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടൊക്കെ കഴിക്കുള്ളൂ. പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ അവിടെ കോൺക്രീറ്റ് നടക്കുന്ന സ്ഥലത്ത് പൈപ്പ് ഇടാനുള്ളതുകൊണ്ട് അവിടേക്ക് പോയിരിക്കുമായിരുന്നു കേട്ടോ. കുറേ കഴിഞ്ഞിട്ടാണ് അച്ഛൻ വന്നത്. അപ്പോൾ അങ്ങനെ അച്ഛനൊക്കെ വന്ന് പഴംപൊരിയൊക്കെ കഴിച്ച്. അച്ഛന് നന്നായിട്ട് കുക്ക് ചെയ്യും. എൻ്റെ അച്ഛനും ഇതുപോലെ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കാനായിട്ട് അറിയാം. അച്ഛൻ നേരത്തെ ചായക്കട വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛന് ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സൂപ്പറായിട്ട് അമ്മയും അച്ഛനും ഉണ്ടാക്കാറുണ്ട്. അപ്പം അച്ഛൻ നാളെ കോൺക്രീറ്റിൻ്റെ കാര്യമൊക്കെ പറയായിരുന്നു. നാളെ രാവിലെ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകണം. അപ്പോൾ അതാ ഞാനും കുളി കഴിഞ്ഞ് വന്നു 3:15 വേണ്ടാണ്. ഞാനും ചായ കുടിക്കുന്നത് ആ പാത്രത്തിലാണ് പഴംപൊരി ഉള്ളത് കേട്ടോ. ഇത്രയധികം കഴിക്കില്ല, 2 കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിച്ച് ഞങ്ങളിനി കിടക്കാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അച്ഛനും അമ്മയും തിരിച്ച് പോയി, വീട്ടിലേക്ക് പോയി. ഇനി ഞങ്ങൾ കുറച്ച് നേരം TV ഒക്കെ കണ്ട് പൊന്നു കുറച്ച് നേരം പഠിക്കും. കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ആൻസർ ചെയ്യാനായിട്ട്. അവൾക്ക് ഓണം പരീക്ഷ തുടങ്ങാറായി. അപ്പം 3-4 ചാപ്റ്റർ വീതമുണ്ട് ഓരോ സബ്ജക്റ്റിൽ, 4 സബ്ജക്റ്റ്. പരീക്ഷ എഴുതാൻ പോണ എല്ലാ കുരുന്നുകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ആശംസകൾ കേട്ടോ. നന്നായിട്ട് എഴുതുക. LSS ഒക്കെ പ്രിപ്പയർ ചെയ്യുക. 4ാം ക്ലാസ്സിലല്ലേ, പൊന്നു 4ാം ക്ലാസ്സിലാണ്. ഈ വർഷമാണ് LSS ഒക്കെ ഉള്ളത്. പൊന്നു എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. രാത്രിയാവുമ്പോൾ ഞാനും കുഞ്ഞാവി അങ്കാണ് കിടന്നുറങ്ങാനായിട്ട്. അവൻ ഉറങ്ങുകയില്ല കള്ളൻ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് അവസാനിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ബായ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.